മിസ് ഇൻകോഗ്നിറ്റോയുടെ മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് യാങ്റാൻ മച്ചാങ് ഗ്രാമത്തിലെത്തുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ്. ഒരു ബിസിനസ്സുകാരനായ കാങ്സങ്തെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് അങ്ങോട്ട് കടന്നു വരുന്ന ഡോങ്മിൻ തടയുന്നു. 9 കുട്ടികൾ മാത്രമുള്ള ഈ കിൻഡർ ഗാർഡൻ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞാണ് അയാൾ പ്രതിഷേധിക്കുന്നത്. ഇതേസമയം കിൻഡർ ഗാർഡൻ പ്രിൻസിപ്പളായ ഡോങ്മിന്റെ സഹോദരി ലീമിസൺ പുതിയ അധ്യാപിക എത്തിയിട്ടുണ്ടെന്നും ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവളെ കൊണ്ടുവരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ഡോങ്മിൻ പുതിയ ടീച്ചറായ ബുസേമിയുടെ യോഗ്യതകൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചർ വലിയ നഗരത്തിലെ ജോലി ഉപേക്ഷിച്ച് ഒരു ചെറിയ ഗ്രാമമായ മച്ചാങ്ങിലെ സ്കൂളിൽ ജോലി ചെയ്യാൻ വന്നതിൽ അവൻ ആശ്ചര്യപ്പെടുന്നു. ബസ് സ്റ്റേഷനിൽ ബുസേമി ഡോങ്മിനെ കണ്ടപ്പോൾ ഞെട്ടുന്നു. അവൻ തന്നെ തിരിച്ചറിയുമോ എന്ന് അവൾ ഭയപ്പെട്ടു. ഡോങ്മിന്നിന് അവളെ എവിടെയോ കണ്ടതായി തോന്നുന്നുവെങ്കിലും അത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വീട്ടിലേക്കുള്ള യാത്രയിൽ ഡോങ്മിൻ അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനോട് വലിയ അടുപ്പം കാണിക്കുന്നില്ല. ആരുമായും സൗഹൃദത്തിലാകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. വെറും 3 മാസങ്ങൾ കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകണം. അതേസമയം സൺയങ്, സൺവു എന്നിവർ അവരുടെ വക്കീലുമായി യങ്റാനെ കുറിച്ച് സംസാരിക്കുന്നു. അവർ യങ്റാന്റെ ക്രിമിനൽ റെക്കോർഡിനെ എല്ലാവരെയും അറിയിച്ച് അവൾ സിഇഒയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ തട്ടിയെടുത്തെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിലാണ്. അഭിഭാഷകർ യങ്റാനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും ന്യൂസ് ഇറക്കാനും ഒരുങ്ങുകയാണ്. സൺയാങ് അതിൽ യങ്റാന്റെ തട്ടിപ്പുകാരിയായ അമ്മയുടെ പാസ്റ്റ് ചേർക്കണമെന്നും അതുവഴി അവർ കുടുംബത്തോടെ തട്ടിപ്പുകാരാണെന്ന് എല്ലാവരെയും അറിയിക്കണമെന്നും അങ്ങനെയെങ്കിൽ യങ്റാനെതിരെ എല്ലാവരും തിരിഞ്ഞോളും എന്നും പറയുകയാണ്. അതേസമയം ഡോങ്മിൻ യങ്റാന് ഇപ്പോൾ ഒരു ബുസേമി എന്ന പേരിൽ അവന്റെ മറ്റൊരു വീട്ടിൽ താമസ സൗകര്യം റെഡിയാക്കുകയാണ്. അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമം ഡോങ്മിൻ നടത്തുമ്പോൾ ബുസേമി തന്റെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ അന്വേഷിക്കരുതെന്ന് അവന് കർശനമായി മുന്നറിയിപ്പ് നൽകുന്നു. ബുസേമിയുടെ ഈ പെരുമാറ്റം ഒരിക്കലും ഒരു ടീച്ചർക്ക് ചേർന്നതല്ല എന്നും കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇത്രയും കോപത്തോടെ സംസാരിക്കുമോ എന്നും അവന് തോന്നുന്നുണ്ട്. ആ സംശയം ഡോങ്മിൻ തന്റെ കൂട്ടുകാരനായ തെയ്മിനോട് പറയുന്നു. ഇരുവരും അവൾ ആരാണെന്ന് സംശയിക്കുന്നു. വീട്ടിൽ ബുസേമി അവളുടെ സൂട്ട് കേസ് തുറക്കുമ്പോൾ അതിനകത്ത് ബുള്ളറ്റുകളോട് കൂടിയ തോക്ക് കാണുന്നു. അവൾക്ക് സോങ് ഹോയുമായുള്ള സംഭാഷണം ഓർമ്മയിൽ വരുന്നു. ഫ്ലാഷ് ബാക്കിൽ ബുസേമിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ട്രെയിനിങ് നൽകുകയാണ് സിഇഒ. തന്റെ മകൾ റിമിയുടെ കൊലയാളിയെ കാണുമ്പോൾ മടിക്കാതെ തോക്ക് ഉപയോഗിക്കണമെന്ന് സോങ് ഹോ അവളോട് പറഞ്ഞതായി ഓർക്കുകയാണ് ബുസേമി. വിശന്നിരിക്കുന്ന ബുസേമി വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും കഴിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഒന്നിച്ചു കഴിക്കാം എന്ന് തെയ്മിൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് നിരസിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു പോകുകയാണ്. അതേസമയം ലീ ഡോൺ യങ്റാന്റെ അമ്മ സോയങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സിഇഒയുടെ നൂഡിൽ ഫാക്ടറിയിലാണ്. അവരെ നിരീക്ഷിക്കാൻ ഒരാളെ ഏർപ്പാടാക്കുകയാണ് ലീ ഡോൺ. അന്ന് രാത്രി തന്നെ സൺവു ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററായ ഹോങ്ങിനെ കണ്ടുമുട്ടി യങ്റാനെ കണ്ടെത്തി കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഹോങ് അവളെ കണ്ടെത്താൻ സമ്മതിച്ചെങ്കിലും അധിക പണം നൽകാതെ കൊല ചെയ്യാൻ തയ്യാറല്ലെന്ന് പറയുന്നു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ സൺവുവിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ അവൻ അത് സമ്മതിക്കുന്നു. ആ രാത്രിയിൽ ഡോങ്മിൻ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ മാതാപിതാക്കളുമായി കൺവീനിയൻസ് സ്റ്റോറിൽ ഒത്തുചേരുന്നു. അവിടെ അവർ പുതിയ ടീച്ചറായ ബുസേമിയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഡോങ്മിന്നിനാകട്ടെ അന്ന് സ്കൂളിന്റെ മുന്നിൽ നിന്ന് പ്രതിഷേധിച്ച സംഗ്തെ അവളെ പണം കൊടുത്ത് വശീകരിക്കുമെന്ന പേടിയിലാണ്. കാരണം ഇവിടെ ഒരുപാട് ടീച്ചർമാർ വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരാളും 3 മാസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. ടീച്ചർ ഇല്ലെങ്കിൽ സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരും. അതാണ് അന്ന് പ്രതിഷേധിച്ച സംഗ്തയ്ക്ക് വേണ്ടതും. കാരണം അവൻ ആ സ്ഥലം വാങ്ങിയിട്ട് ഒരുപാട് നാളായി. സ്കൂൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവന് ആ സ്ഥലം ഇതുവരെയും വിട്ടുകിട്ടിയിട്ടില്ല. അതിനിടെ ബുസേമി അവിടെ ഭക്ഷണം വാങ്ങാനെത്തുന്നു. ടീച്ചറെക്കുറിച്ച് ചർച്ച നടത്തിയവർ ഒന്നും അറിയാത്തതുപോലെ പല സ്ഥലത്തേക്ക് ഓടിപ്പോകുകയാണ്. എന്തോ കാര്യമുണ്ടെന്നും ബുസേമിക്ക് തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി അവൾ അവിടെ നിന്നും പോകുന്നു. ഗ്രാമവാസികൾ ഡോങ്മിന്നിനോട് ബുസേമിക്ക് സമയത്തിന് ഭക്ഷണം ഒരുക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം റെന്റിൽ ഫുഡ് അലവൻസും ഇൻക്ലൂഡ് ആണ്. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഡോങ്മിന്നും ബുസേമിയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. അവൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൂട്ടിനായി വന്നതാണ്. സത്യത്തിൽ അവൻ വന്നതല്ല, മറ്റു മാതാപിതാക്കൾ അവനെ തള്ളിവിട്ടതാണ്. അതിനിടെ ബുസേമി ലീ ഡോൺ പറഞ്ഞത് ഓർക്കുന്നു. മച്ചാങ് ഒരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരസ്പരം അറിയാം. എന്ത് നടന്നാലും നിമിഷങ്ങൾക്കകം എല്ലാവരും അറിയും. നമ്മുടെ അവിടേക്ക് സ്ട്രോബെറി കൊണ്ടുവന്നു വരുന്ന ഡോങ്മിൻ മച്ചാങ്ങിൽ നിന്നാണെന്നും പെട്ടെന്ന് ദേഷ്യം വരുന്നവനാണെന്നും ലീ ഡോൺ പറഞ്ഞിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവിടേക്ക് ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവളുടെ മുറിയിൽ ഒരു ചെറിയ ടെന്റിനുള്ളിൽ എന്തോ അനക്കം കേൾക്കുന്നതും പോയി നോക്കുമ്പോൾ അതൊരു കൊച്ചു കുട്ടിയായിരുന്നു.
നിങ്ങളാണോ പുതിയ ടീച്ചർ? എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചറുമായി ഒരുപാട് അടുക്കരുതെന്ന്. കാരണം ഇവിടെ വരുന്ന ടീച്ചർമാരൊക്കെ 3 മാസം ആകുമ്പോഴേക്കും പോകും. നിങ്ങളും അങ്ങനെ പോകുമോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങോട്ട് ജുവോണിനെ അന്വേഷിച്ച് വരികയാണ് ഡോങ്മിൻ. ജുവോൺ ഡോങ്മിന്നിന്റെ മകനാണ്. രാത്രി ഭക്ഷണത്തിന് ശേഷം മച്ചാങ്ങിൽ CCTV സ്ഥാപിക്കാനുള്ള വഴികൾ അവൾ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ലീഡോൺ ബട്ട്ലർ ചോയിയെയും ചോൾസുവിനെയും CEOയുടെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. അവർ സോങ്ഹോയുടെ മരണത്തിന് ശേഷം യങ്റാനെ പിടിച്ചു കൊടുക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചിരുന്നവരാണല്ലോ. സൺയങ് പറഞ്ഞത് കേട്ടതുകൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും സൺയങ്ങിനെ കാണാൻ തീരുമാനിക്കുന്നു. എന്നാൽ സൺയങ് നിന്നെ കോണ്ടാക്ട് ചെയ്താൽ ഉടനെ തന്നെ അറിയിക്കണമെന്ന് ലീഡോൺ ഹെജിയോട് പറയുന്നു. അപ്പോൾ തന്നെ യങ്റാൻ ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഹെജി തിരിച്ചു ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു പോകുകയാണ് ലീഡോൺ. എന്നാൽ ഹെജി അത് കണ്ടെത്തുമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് നടക്കുന്നത്. മച്ചാങ്ങിൽ ആദ്യ ദിവസം പുലർച്ചെ ഓടാനിറങ്ങുകയാണ് ബുസെമി. തെയ്മിൻ ഡോങ്മിന്നിനോട് ബുസെമിയെക്കുറിച്ച് ഒരുപാട് ചോദിക്കുന്നു. അവൻ അവളോട് പ്രണയം തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നീട് ഡോങ്മിൻ തൻ്റെ മകൻ ജുവോണിനെ സ്കൂളിലേക്ക് റെഡിയാക്കി വരുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വരികയാണ് ഡോങ്മിന്നിൻ്റെ സഹോദരിയായ മിസോൺ. കിൻഡർ ഗാർഡൻ പ്രിൻസിപ്പളായ മിസോണിനോട് ബുസെമിയുടെ യോഗ്യത ചെക്ക് ചെയ്യണമെന്നും ഒരു ടീച്ചർ സംസാരിക്കുന്ന പോലെയല്ല അവരുടെ സംസാരമെന്നും പറയുകയാണ് ഡോങ്മിൻ. മിസോൺ അത് സമ്മതിക്കുന്നു. കൂടാതെ അവരുടെ കസിനായ ലീഡോൺ ആണ് ബുസെമിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ലീഡോണിനെ വിശ്വസിക്കുന്നുവെന്നും മിസോൺ പറയുന്നു. അതേസമയം എല്ലാ ലോക്കൽ CCTVകളും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് സെക്രട്ടറി ഹാം യങ്റാനെ കണ്ടെത്താൻ സമയമെടുക്കുമെന്ന് സൺയങ്ങിനോട് പറയുന്നു. സോങ്ഹോ തൻ്റെ മരണത്തിന് മുന്നേ യങ്റാനെ സംരക്ഷിക്കാൻ ലീഡോണിനെ നിയോഗിച്ചതായി സൺയങ് മനസ്സിലാക്കുന്നുണ്ട്. സൺയങ് അവരുടെ പുതിയ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞു പരാതി നൽകാൻ തീരുമാനിക്കുന്നു. കിൻഡർ ഗാർഡനിൽ മിസോൺ ബുസെമിയെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും അവൾ നല്ലതുപോലെ ഉത്തരം നൽകുന്നുണ്ട്. ബുസെമിയെ ഉടൻ തന്നെ മിസോൺ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോഴാണ് സങ്ദെ സ്കൂളിലെത്തി കോപത്തോടെ സ്ഥലം ഒഴിയാൻ ആവശ്യപ്പെടുന്നത്. അവൻ ആ സ്ഥലത്ത് ഒരു നേഴ്സിംഗ് ഹോം പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മിസോൺ അവനെ ഒരു വിധത്തിൽ പറഞ്ഞു വിടുന്നു. ബുസെമിയെക്കുറിച്ച് മിസോൺ അവൾ പഠിച്ച കോളേജിൽ വിളിച്ചു ബുസെമി എന്നൊരു സ്റ്റുഡൻറ് അവിടെ പഠിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ബുസെമി കേൾക്കുന്നു. അവരുടെ രേഖയിൽ ബുസെമി എന്ന പേരിലുള്ളത് 53 വയസ്സുള്ള ഒരാളാണ് എന്ന് അവർ പറയുമ്പോൾ മിസോൺ ഞെട്ടുന്നു. ബുസെമി എന്ന കള്ളപ്പേരിൽ ആരോ വന്നിരിക്കുകയാണെന്ന് മിസോണിന് മനസ്സിലാകുന്നു. ബുസെമി ഉടനെ ലീഡോണിനെ വിളിച്ച് മിസോൺ എന്നെക്കുറിച്ച് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും നമ്മുടെ പദ്ധതി തകർക്കുന്നതിൽ നിന്ന് അവരെ തടയാനും ആവശ്യപ്പെടുന്നു. മിസോൺ വീണ്ടും ബുസെമിയുടെ പഴയ ജോലിസ്ഥലവുമായി ബന്ധപ്പെടുന്നു. അവിടെ നിന്നും ബുസെമി എന്ന് പറഞ്ഞ ഒരാൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്ന് അറിയുന്നതും തൻ്റെ മുന്നിലുള്ളത് ഒരു കള്ളിയാണെന്നും മിസോൺ ഉറപ്പിക്കുന്നുണ്ട്. പേടിച്ചു നിൽക്കുന്ന മിസോണിന് നേരെ വന്നു അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ബുസെമി. ബുസെമി അടുത്തേക്ക് വരുന്നത് കാണുന്നതും മിസോൺ പേടിച്ച് പുറത്തു നിന്നിരുന്ന ഡോങ്മിന്നിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. കാരണം മിസോണിനെ ബുസെമി അകത്തേക്ക് പിടിച്ചു വലിച്ചിരുന്നു. ഉടനെ തന്നെ ബുസെമി ലീഡോണിനെ വിളിച്ചു ഫോൺ മിസോണിന് നൽകുന്നു. സത്യത്തിൽ അത് ബുസെമി അല്ലെന്നും ഗസിയോൺ ഗ്രൂപ്പിന്റെ മരിച്ചുപോയ CEO സോങ്ഹോയുടെ ഭാര്യയായ കിം യങ്റാൻ ആണെന്നും ലീഡോൺ മിസോണിനോട് വെളിപ്പെടുത്തുന്നു. ഞെട്ടിപ്പോകുന്ന മിസോണിനോട് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങാൻ ആവശ്യമായ പണം നൽകാമെന്നും അടുത്ത 3 മാസം തനിക്ക് മച്ചാങ്ങിൽ ബുസെമിയായി ഒളിച്ചു താമസിക്കണം എന്നും പറയുന്നു. സ്കൂൾ നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ നിൽക്കുന്ന മിസോണിനു ഈ സ്കൂൾ എന്ത് വില കൊടുത്തും സ്വന്തമാക്കി തരാമെന്ന് ബുസെമി പറയുമ്പോൾ ഇത്രയും നല്ല ഒരു ഓഫർ ആരെങ്കിലും വേണ്ട എന്ന് വെക്കുമോ? മിസോൺ അത് സമ്മതിച്ച് ബുസെമിയെ മാഡം എന്ന് വിളിക്കുന്നു. എന്നാൽ തൻ്റെ സഹോദരി ബുസെമിയെ മാഡം എന്ന് വിളിക്കുന്നത് കേട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ അവരുടെ നേരെ നടന്നെടുക്കുന്ന ഡോങ്മിന്നിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത് ബുസെമി അല്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുമോ? അതോ അവൾക്ക് ബുസെമിയായി അവിടെ തുടരാൻ സാധിക്കുമോ എന്ന് കണ്ടറിയാം. എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആരും മറന്നു പോകരുത്.